സത്യത്തിൽ ജാസ്മിന് സിനിമയിലും സീരിയലിലും ഒക്കെ നല്ല ഭാവിയുണ്ട് കേട്ടോ. കാരണം നല്ല നല്ല ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണെന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് ഈ കുട്ടിക്ക് അഭിനയിക്കാൻ അറിയാം. അഭിനയമാണെന്ന് തോന്നുകയേയില്ല. സത്യത്തിൽ വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന നടന്മാർ ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നവർക്ക് മുഴുവൻ ഒരു ഭീഷണിയായിട്ട് നമ്മുടെ ജാസ്മിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്ത് എന്ത് ഭംഗിയായിട്ടാണോ ജാസ്മിൻ ഇന്നലെ അഭിനയിച്ചത്. അതായത് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ഒരു തലേണയൊക്കെ വെച്ച് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ചാരി വെച്ചിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോയിലെ ചുണ്ടിൽ ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ലലലാ ലലാ ലലാ ല എന്നിട്ട് രരരാ രരാ രരാ രേ എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാ എന്തൊരു ഭാവാഭിനയമായിരുന്നു എന്നറിയോ. സത്യം. എന്നിട്ട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഗബ്രിക്ക് അല്ല ഫോട്ടോ ഗബ്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു. എടാ എന്നെ ഇല്ലേ പിന്നെ ഇല്ലേ അങ്ങനെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യോ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഇരുന്ന് സംസാരിക്കുന്നു, കിടന്നു സംസാരിക്കുന്നു. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ പോലും കുട്ടി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അത്രയും വളരെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് തീവ്ര പ്രണയത്തിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു പോയിട്ടാണ് കുട്ടി ഈ പറയുന്ന ഫോട്ടോയോട് സംസാരിക്കുന്നതേ. ജാസ്മിൻ്റെ വാപ്പ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ മിക്കവാറും ആദ്യം എടുത്ത് കീറിക്കളയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ ഒരു വെറുപ്പിക്കലാന്നേ. എന്തുവാടെ ഇത്, ലോകത്താരും പ്രേമിക്കാത്ത പോലെ അല്ലെങ്കിൽ ലോകത്താരും മനുഷ്യന്മാരെ കാണാത്ത പോലെ. എന്താണിതൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാനായിട്ട്. ഇത് പക്ക ഡ്രാമയാണ് ഇത്. ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇത് ദഹിക്കില്ല. കാരണം സത്യം എന്ന് പറയുന്നത് ഒരു പാറക്കല്ല് പോലെ കടുപ്പമേറിയതാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ദഹിക്കാനാണ്, മനുഷ്യന് അതിനെ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം സത്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ജാസ്മിനെ സ്നേഹിക്കുന്നവരൊന്നും പറയത്തില്ല, കാരണം നിങ്ങൾ പാവമാണ്. പക്ഷേ ജാസ്മിനി കാണിച്ചു കൂട്ടുന്ന നാടകങ്ങൾ കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ, പറഞ്ഞു പോവാണ്. അമ്മാതിരി നാടകമാണ് അവിടെ കിടന്ന് ഈ കാണിക്കുന്നത്. അത് എപ്പിസോഡിലൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു, BB+ലും വന്നിട്ടില്ല. എന്നാലും ലൈവ് കണ്ടവർക്ക് നന്നായിട്ട് കലങ്ങും. ലൈവ് കാണാത്തവർ കലങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളിങ്ങനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനോ ആരെങ്കിലുമൊക്കെ വേണ്ടേ, കാരണം ജാസ്മിൻ നമുക്കവിടെ വേണം. സോ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. ജാസ്മിന് നല്ലൊരു ഭാവിയുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തിനി അമ്മ അറിയാതെയോ അല്ലെങ്കിൽ വാഴച്ചുവട്ടിലെ കലാപങ്ങളോ എന്നൊക്കെ പറയുന്ന പോലത്തെ വല്ല സീരിയലുകളൊക്കെ വരികയാണെങ്കിൽ പരിഗണിക്കണം, ഉറപ്പായും പരിഗണിക്കണം. നിങ്ങൾക്ക് ഒരു തുള്ളി ഗ്ലിസറിൻ പോലും വേണ്ട. നായകനില്ലെങ്കിൽ നിങ്ങൾ നായകൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഫോട്ടോ വാങ്ങിച്ചു വെച്ച് കൊടുക്കുകയും ചെയ്താൽ മതി. അതിൽ നോക്കി കരയാനും അതിൽ നോക്കി റൊമാൻസ് വരുത്താനും ഒക്കെ പറ്റുന്ന ഒരു സവിശേഷമായ കഴിവുള്ള ഒരാളാണ് ജാസ്മിൻ. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.